മെറി ക്രിസ്മസ് എവറി വൺ. എല്ലാവരും ഈ ഒരു ഹോളിഡേ ഫെസ്റ്റീവ് സീസണിൽ അടിച്ചു പൊളിക്കുകയാണ് നിങ്ങളുടെ ലവ്ഡ് വൺസ് ആയിട്ടെന്ന് കരുതുന്നു. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷനൊന്നുമില്ല. പക്ഷേ എല്ലാ വർഷവും എൻ്റെ സിസ്റ്ററിൻ്റെ കിഡ്സിൻ്റെ സ്കൂളിൽ അവർക്ക് എനിക്കൊന്ന് ആനുവൽ ഡേ എന്തൊക്കെയോ ക്രിസ്മസ് റിലേറ്റഡ് ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ മൂത്ത ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഇളയാളും ഉണ്ട്. മൂത്ത ആളുടെ പെർഫോമൻസ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഇളയാളുടെ ഫസ്റ്റ് ഇതാണ് കേട്ടോ, പ്രോഗ്രാമാണ്. അപ്പോൾ മൂത്ത ആളുടേത് ഒരു ഡേയിലും ഇളയാളുടെ വേറൊരു ഡേയിലാണ്, അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ പ്രീവിയസ് ഡേ മൂത്താളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്താളുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു, പുള്ളിക്കാരത്തിന് നമ്മൾ ഷെയറൊക്കെ ചെയ്തു, കൺഗ്രാറ്റുലേറ്റ് ഒക്കെ ചെയ്തു. ഇളയാളുടെ വെരി ഫസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ദിവസമായിരുന്നു അത് നടക്കുന്നത്. നമ്മൾ ഈ വീഡിയോ, ഈ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രത്ത് പോകേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ഡേ ടൈമിൽ തന്നെ കഴിയും. ഈ സ്കൂൾ ഫംഗ്ഷൻ വരുന്നത് ഈവനിങ്, വൈകിട്ടും നൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ നേരത്തെ വരേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് മനസ്സിലായിരുന്നു, പോകണോ വേണ്ടയോ എന്താണ്. അപ്പോൾ പിന്നെ സിസ്റ്റർ കുട്ടികളെ കൊണ്ട് നമ്മളെ വിളിപ്പിച്ചു, നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അവസാനം ശരിയെങ്കിൽ നമുക്ക് പോകാമെന്ന് എഴുതിയിട്ട് ഞാനിങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. ക്രിസ്മസ് തീം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, പോകണോ വേണ്ടോ എന്ന് പറഞ്ഞ് ആലോചിച്ചിരുന്നപ്പോഴാണ് സിസ്റ്റർ കറക്റ്റായിട്ട് വീഡിയോ കോൾ ചെയ്ത് കുട്ടികളെ കൊണ്ടിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോയ വഴിക്ക് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ, നമുക്ക് കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് ചെയ്ത് തീർക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിൽ പോയി. അപ്പോൾ ഇളയാൾ ഓൾറെഡി സ്കൂളിലാണ്, മൂത്ത ആളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ റെഡി ആവാനായിട്ട് പോയി. ഉച്ചയ്ക്ക് ഒരു 3-4 മണി ആയിട്ടുണ്ടാവും നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, രാവിലെ തൊട്ട് പട്ടിണിയാണ്. അതുകൊണ്ട് നമ്മൾ സ്വിഗ്ഗി ചെയ്ത് ഡോമിനോസിൽ നിന്ന് പുതിയ 2 ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കഴിച്ചു, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലേറ്റായി, പ്ലസ് കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ട്രാഫിക്കും ഉണ്ടായിരുന്നു. സോ അത് കാരണം നമ്മൾ കുറച്ചൊന്ന് ലേറ്റായി. 6 മണിക്ക് നമ്മൾ എത്തണം എന്ന് എഴുതിയിട്ട് 6:30 ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. പ്രോഗ്രാമിന് മുന്നേ നമ്മൾക്ക് കുട്ടികളെ കാണാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ ചെന്ന് ഓഡിയൻസിൻ്റെ അവിടെ ഇരുന്നു. പിന്നെ ഈ ഒരു സ്കൂൾ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഒക്കെ അവർ ഭയങ്കര ഡെക്കോറും കാര്യങ്ങളൊക്കെയാണ്. ഓരോ വർഷവും ഓരോ ന്യൂ തീംസ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വർഷം വരെയും നമ്മളങ്ങനെ ടിക്കറ്റ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും പോകാം അങ്ങനെ. ബട്ട് ഈ വർഷം തൊട്ട് അവരെനിക്ക് തോന്നുന്നു അത് ഇതാക്കിയിട്ട് കുറച്ച് ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട്. ഫോണിൽ എനിക്ക് തോന്നുന്നു മെസ്സേജ് ആയിട്ട് ടിക്കറ്റ്സ് അങ്ങനെ എന്തോ ചെല്ലുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ അത് കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ അകത്ത് കയറിയത്. അപ്പോൾ കുട്ടികളെ മുന്നേ കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ നേരെ ഓഡിയൻസിൻ്റെ ഓപ്പൺ സ്റ്റേജാണ്. അപ്പം നേരെ ചെന്ന് അവിടെ പോയിരിക്കണം. പിന്നെ ഇത്തിരി വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാൻ പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ നേരെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇതിന് പോയിട്ട് നമ്മൾ പിന്നെ വണ്ടിയൊക്കെ കുന്നിൻ്റെ മണ്ടേ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓരോ സ്പോട്ടും പല ഡിഫറെൻറ്റ് സ്പോട്ടുകളുണ്ട് കേട്ടോ. ലൈവായിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. അതെ കണ്ടോ, നല്ല രസമില്ലേ? ഓരോ വട്ടം ഇവിടെ വരുമ്പോഴും നല്ലൊരു എന്താണ് ഇവർ ഈ വട്ടത്തെ ഡെക്കോർ അല്ലെങ്കിൽ തീം എന്തായിരിക്കും എന്ന് കാണാൻ നമ്മളും കുറച്ച് എക്സൈറ്റഡാണ്. പിന്നെ കുറച്ച് പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇതാണ് കേട്ടോ ഓപ്പൺ സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ മുന്നത്തെ 2 വർഷത്തെ ഇവരുടെ ക്രിസ്മസ് പ്രോഗ്രാം വ്ളോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത്. ഈ തലയിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ക്രിസ്മസ് തീമിലുള്ള ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, ഇത് പ്രീമിയറിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിച്ചു മാറ്റണം എന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. ക്യാമറയിൽ ഈ ഒരൊറ്റ സ്റ്റാർ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല രസമായിരുന്നു. പക്ഷെ അതിനേനെ നല്ല ചൂടും ഉണ്ടായിരുന്നു. Our teachers with their infectious energy, tireless effort, patience. എല്ലാ പ്രോഗ്രാംസിൻ്റെയും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്കൂളിലേക്ക് എത്തിയത് കുറച്ചൊന്ന് ലേറ്റായി പോയതുകൊണ്ട് സീറ്റ് ഏറ്റവും ബാക്കിൽ ഒരു സൈഡിലാണ് കേട്ടോ കിട്ടിയത്, ഒരു കോർണറിലാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീഡിയോ അങ്ങോട്ട് നല്ലതായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സിസ്റ്റർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് അങ്ങ് പോയി. അവിടെ ഒരു സീറ്റ് കിട്ടി, അവൾ അവിടെ ഇരിക്കുകയായിരുന്നു. ഓരോ പ്രോഗ്രാംസിൻ്റെ ബാക്ക് ഡ്രോപ്പ് ആണ് കേട്ടോ എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യു
me in a deep blue sea. Tails in the air like we just don't care. The air like we just don't care. Yeah, it's a mermaid. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചില സോങ്സ് ഒക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരിക്കും പറയാലോ ഈ കുട്ടികളെ പഠിപ്പിച്ചെടുത്ത ആ ടീച്ചേഴ്സിനും കൊറിയോഗ്രാഫേഴ്സിനും ഒരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. സീരിയസ്ലി ആ ഒരു ക്രിയേറ്റിവിറ്റി ആണെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വട്ടം ഇവിടെ വരുമ്പോഴും ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ ഇതിനു മുന്നേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള 2 വർഷത്തെ ഇവൻറ്റ്സിൻ്റെ വീഡിയോസ് വ്ളോഗ് നോക്കിയാലും എല്ലാം ഒന്നിനൊന്ന് കിടിലം ആ സംഭവമാണ്. നീ ചെന്ന് നിന്റെ ഭർത്താവിനെയും കൂട്ടി വരിക. എനിക്ക് ഭർത്താവില്ല. ശരിയാണ് നീ പറഞ്ഞത്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനും നിന്റെ ഭർത്താവല്ല. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന കണക്ക് ഇതിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടിൻ്റെ കോസ്റ്റ്യൂം, കുറേ ആൾക്കാർ മറ്റേ ക്രിസ്ത്യൻസിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ കോസ്റ്റ്യൂം, കുറേ ആൾക്കാർ മോഹിനിയാട്ടം, അതേപോലെ കഥകളി, അതിൻ്റെ അങ്ങനെ നല്ല രസമായിരുന്നു. എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നി ഇതാണ് കേട്ടോ. ഇതിൻ്റെ സോങ് കൂടെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ഐഡിയ ഉണ്ടായേനെ. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ ഗൈസ്. ബോറടി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഈ ചൂടുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ വിയർത്ത് കുളിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ക്ഷീണം വരില്ലേ, ആ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. 10ാമത്തെ സിൻഡ്രല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേയിലാണ് കേട്ടോ തനുള്ളത്. അപ്പോൾ അതിൽ എന്ത് ക്യാരക്ടറായിട്ട് എന്താണെന്നൊന്നും നമുക്കറിയില്ല. സോ അത് കാരണം നമ്മളിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു. നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് സിൻഡ്രല്ലയാണ്. പ്ലസ് അതിൽ കാണിക്കുന്നുണ്ട് കുട്ടികൾ, അതിൽ ആരൊക്കെയാണ് ഉള്ളത് അവരുടെ പേരും ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. Also very cruel to her. Clean the kitchen? Yes, I did. Have you polished my shoes? Yes, I did. Did you iron my clothes? Yes, I did. And did you make my breakfast? Yes, breakfast is ready. അങ്ങനെ ഒരുപാട് നേരം കാത്തിരുന്നിട്ട് തനുക്കുട്ടിനെ കണ്ടു കേട്ടോ. ഇതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ ഡാൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫേസിലൊരു ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാരമല്ല, എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ. കുറേ അധികം നല്ല പെർഫോമൻസസ് കാഴ്ചവെക്കാനും പറ്റട്ടെ. അതേപോലെ തന്നെ ഒരുപാട് ഇതേപോലുള്ള പ്രോഗ്രാംസൊക്കെ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ. എൻ്റെയൊക്കെ കുഞ്ഞിലെ എന്നെ ഇങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഗ്രാൻഡ് പേരൻസ് വിട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. ഇങ്ങനെ പ്രോഗ്രാമിന് പോവുക, കാത്തിരുന്ന് വിളിച്ചുകൊണ്ട് വരിക. അപ്പനായിരുന്നു കേട്ടോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം പിന്നെ നമ്മൾ കുറച്ചൊന്നൊരു പ്രായമായപ്പോഴത്തേക്ക് വീട്ടിലാർക്കും ഇതിലൊന്നും വലിയ താല്പര്യമില്ലാഞ്ഞുകൊണ്ട് ഒന്നിനും പിന്നെ വിടാണ്ടായി. പിന്നെ എനിക്കാണെങ്കിലും ഇതിലൊന്നും വലിയൊരു താല്പര്യമില്ലാണ്ടായി. പക്ഷെ പിന്നീട് ഇപ്പോൾ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു. അന്ന് ആ ഡാൻസും പാട്ടും ഒക്കെ ഞാൻ ഫോളോ ചെയ്ത് പോയിരുന്നു എങ്കിൽ എനിക്ക് കുറേയും കൂടി നല്ല നല്ല പ്രൊജക്ട്സ് എനിക്ക് വരുന്നതൊക്കെ എടുക്കാമായിരുന്നു എന്നിപ്പോൾ ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് കുറവ് കാരണം പല പ്രൊജക്ട്സ് ഞാൻ അങ്ങനെ എടുക്കാതിരുന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ആലോചിക്കുമ്പോൾ വേണ്ടായിരുന്നു, അന്നങ്ങ് പോയാൽ മതിയായിരുന്നു. പാരൻസൊക്കെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ
സോ അതിൻ്റെ കാര്യത്തിൽ എൻ്റെ സിസ്റ്റർ ഭയങ്കര ഇതാണ്. സാറ്റർഡേ സൺഡേ ഒക്കെ കുട്ടികളെ അവരുടെ ഡാൻസ് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തനുവിൻ്റെ വെരി ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഇത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ. സോ ഒരു ഫസ്റ്റ് എന്ന് പറയാനായിട്ട് ഓക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നന്നായിട്ട് ചെയ്തു എന്ന് തോന്നുന്നു. സോ എനിവേസ് പിന്നെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നീട് തനുവിനെ പോയി വിളിച്ചിട്ട് വരികയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നു, നമ്മളെല്ലാവരും കുറേ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, ലൈവ് ക്രിസ്മസ് അപ്പൂപ്പൻ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വലി ഈ നല്ലോണം ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ടില്ലേ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഫുഡും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോകാം. പിന്നെ എവിടെ പോകാം. കുട്ടികൾക്കാണെങ്കിൽ ലുലു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ പോകാം എന്നും പറഞ്ഞ് നമ്മളങ്ങനെ നേരെ പോയ വഴിക്ക് പെട്രോൾ പമ്പിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്കൊന്ന് ഷിറ്റ്സോ ആണെന്ന് തോന്നുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അതൊക്കെ കണ്ട് രസിച്ചിരുന്നിട്ട് പിന്നെ നമ്മൾ നേരെ ലുലുവിലേക്ക് കയറും. ലുലു ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേക്ക് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. എനിക്കറിയത്തില്ല എങ്ങനെയാണ്, എല്ലാ വർഷവും ഡിഫറെൻറ്റ് തീമുമാണ്. നല്ല രസമാണ് കാണാനായിട്ടൊക്കെ. അങ്ങനെ പിന്നെ നമ്മൾ കാറിലിരുന്നിരുന്ന ഇതെല്ലാം നമ്മളിങ്ങനെ കണ്ടു, വീഡിയോസൊക്കെ എടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സൂപ്പർ, ഓ വാവ് ലൈറ്റ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല അവിടെ അത്യാവശ്യം കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഈ സ്കൂളിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കുറേ കുട്ടികളും പേരൻസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടെ സ്കൂളിൽ വെച്ച് കണ്ട കുറച്ച് പേരെ നമ്മൾ അവിടെ വെച്ചും ഫുഡ് കോർട്ടിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് ഡിണ്ടിഗൽ തലപ്പാക്കട്ടിയിൽ നിന്ന് 2 ബിരിയാണി, ഒരു ചിക്കൻ 65 ബിരിയാണി, ഒരു നോർമൽ ബിരിയാണിയും സിസ്റ്റർ ഓർഡർ ചെയ്തു. എല്ലാം സിസ്റ്ററിൻ്റെ ചിലവായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡോമിനോസിൽ നിന്ന് അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് സ്വിഗ്ഗി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗി ചെയ്ത് കഴിച്ചത് ഡോമിനോസിൽ നിന്ന് 2 പുതിയ ഐറ്റം ആണ് കേട്ടോ. ഒരു റൈസ് ബൗളും പിന്നെ ഒരു വോൾക്കാനോ ചീസ് വോൾക്കാനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു പിസയാണ്. അപ്പം നമ്മളെല്ലാവരും അത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ തനുവിന് അത് കൊടുത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല എൻ്റെ സിസ്റ്റർക്കും മീനുവിനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ 2 ഐറ്റം തന്നെ വീണ്ടും ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ഡോമിനോസിന് മേടിച്ചിട്ടുള്ള ഈ 2 ഐറ്റം എനിക്ക് അവരുടെ ന്യൂവസ്റ്റ് എഡിഷൻ ആണെന്ന് തോന്നുന്നു. അതോ കുറേ നാളായി ഞാൻ ഡോമിനോസിൽ വന്നിട്ട്, മേ ബി അതായിരിക്കും, എനിക്ക് അറിയാതെ പോയതായിരിക്കും, അറിയില്ല. ബട്ട് എനിവേസ് അത് 2 കൊള്ളായിരുന്നു കേട്ടോ. അതിനുശേഷം സിസ്റ്റർക്ക് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പോയി. ഏതോ ഒരു പെർട്ടിക്കുലർ കളറിലെ ഒരു ടോപ്പായിരുന്നു ആൾ നോക്കുന്നത്. അവിടെ ഓഫീസിൽ ക്രിസ്മസ് ഇവൻറ്റിന് ഇടാനായിട്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടു. അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കുമായിരുന്നു. അപ്പോൾ ആ ടൈമിലത്തേക്ക് സിസ്റ്റർ ഇങ്ങനെ ഏതൊക്കെയോ ഷോപ്പിംഗ്, കുറേയൊക്കെ ഷോപ്പ് ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ നടന്ന് ഏതൊക്കെയോ ഷോപ്പിൽ ഇങ്ങനെ ടോപ്പ് ഫ്ലോറിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ ഫോൺ വിളിച്ചു. അങ്ങനെ നമ്മളും അവിടെ ചെന്നു. എനിക്കൊന്ന് ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് അവൾക്ക് അവസാനം ആ ഒരു ഉദ്ദേശിച്ച ഒരു ഐറ്റം കിട്ടിയത് കേട്ടോ. അത് പിന്നെ ട്രൈ ഒക്കെ ചെയ്ത് വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ നടന്നു, ചുറ്റും ഒന്ന് കുട്ടികളായിട്ടൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ പ്രൈസൊക്കെ നോക്കി അങ്ങനെ നമ്മൾ നടന്നു. അത് കഴിഞ്ഞ് അതൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. ലുലുന്ന് ഇറങ്ങി. അപ്പം കണ്ടോ ലൈറ്റ്സ് ഒക്കെ കണ്ടോ, നല്ല രസമല്ലേ, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോകുന്നത്. ഇവരെ അവിടെ ആക്കി നമ്മളുടെ കാറും എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അന്നത്തെ ദിവസം പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം കുടിച്ചിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ഷുഗർ കെയിൻ ജ്യൂസ് കിട്ടുന്നിടത്ത് നമ്മൾ നിർത്തിയിട്ട് 2 ലിറ്ററിൻ്റെ നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം കുട്ടികൾക്ക് കൊടുത്തു, ഒരെണ്ണം അപ്പം തന്നെ ഞാനും വിഷ്ണുവും കുടിച്ചു തീർത്തു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് 3ാമത്തെ ആനിവേഴ്സറി ഉണ്ട്. അതായത് ട്രിവാൻഡ്രത്ത് ലുലു വന്നിട്ട് 3 വർഷമായെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ലുലുവിൽ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ പാർക്കിംഗ് ഫീ എടുക്കുന്നതാണ്. നമ്മൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും അവർ നമ്മളിൽ നിന്ന് ആ പൈസ എടുക്കും എന്നുള്ളതിലാണ് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇതായിരുന്നു നമ്മൾ മേടിച്ച ആ ഒരു 1 ലിറ്ററിൻ്റെ ഷുഗർ കെയിൻ ജ്യൂസ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവരെ ഫ്ലാറ്റിലാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. പിന്നെ സിസ്റ്ററിനെ കുട്ടികളെ അങ്ങോട്ട് ആക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് കാണാം അവിടെ ഒരു കരോൾ ഗ്രൂപ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ കരോൾ ഗ്രൂപ്പാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരെ ആക്കി നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. പിന്നെ ടാറ്റ ബൈ ബൈ ഒന്നും പറയാൻ നിന്നില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കാണാം ഒരു മരം എന്നല്ല, കുറേ മരത്തിൽ ചുറ്റും സ്റ്റാർസ് ഇങ്ങനെ അവർ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത്, അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അതാ ടുവേർഡ്സ് ദി എൻഡ് ആയപ്പോഴാണ് വീഡിയോ എടുത്തത്. അന്നത്തെ ദിവസം വെള്ളം കുടിച്ച് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ജസ്റ്റ് എന്തോ ഒരു ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നിയിട്ട് വിഷ്ണു ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തോ ഒരു നാരങ്ങ വെള്ളം അങ്ങനെ എന്തോ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ എടുത്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. എന്തായാലും സ്കൂളിൽ വെച്ച് എടുത്തതും ഉണ്ട്, അതേപോലെ നമ്മൾ ലുലുവിൽ പോയപ്പോൾ അങ്ങനെ എടുത്തതും ഉണ്ട്. സോ എന്തായാലും പിക്ചേഴ്സും അതേപോലെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഒരു ക്രിസ്മസ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ഗൈസ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. അടുത്ത വീഡിയോ കാണാൻ. Till then, take care. Bye bye.